ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസ് ആട്ടെ വരുന്നത്. കഴിഞ്ഞ വീഡിയോ ഹൽദി മെഹന്തി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ സോറി ഇട്ട്. അപ്പം നമ്മളിതാ നിക്കാഹിന് കല്യാണത്തിന് വേണ്ടി പോവാണ്. 11:30 ഒരു സൺഡേ 11:30 കേട്ടോ കല്യാണം. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവാണ്. 11 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അത്രയും ലോങ്ങൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാ വേഗം എത്തി. അപ്പോൾ നിക്കാഹ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് വേഗം ഹോളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ നിക്കാഹ് ഒന്ന് കണ്ടിട്ട് പിന്നെ അതിന് ശേഷം പെണ്ണിനെയും ചെക്കൻ്റെ അടുത്തേക്ക് സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ അപ്പം നമ്മൾ മാക്സിമം ചില്ല് ചെയ്ത് വൈബാക്കി എന്താ പറയുക എക്സെട്ര അങ്ങനെ കൊണ്ടുപോകട്ടെ നമ്മൾ. അപ്പോൾ ഇതാ ഇവരുടെ ഈ പെർഫോമിൻ്റെ തൊട്ട് പിറകിലായിട്ട് പെണ്ണും നമ്മളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവരെക്കാളും ചില്ലായിട്ട് നമ്മളവിടെ ക്ലാപ്പ് ചെയ്യലും കൂവലും ഒക്കെ കൂടിയുള്ള ഒരു മിക്സിങ് കേട്ടോ. ഭയങ്കര ഫീലിംഗ്. ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ, അയ്യോ എത്ര പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗാണ്. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയല്ലോ. അങ്ങനെ രണ്ട് തരം ഫീലിങ്സാണ് ഇപ്പോൾ പ്രസൻ്റ്ലി നമുക്കുള്ളത് കേട്ടോ. അത്രയും നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമുക്കൊരു മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ടൈമിന് ശേഷം നമുക്ക് കിട്ടിയൊരു മാരേജ് കേട്ടോ. അങ്ങനെ ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 ഇയറായി. ആഫ്റ്റർ 1 ഇയറാണ് നമുക്ക് ഈ ഒരു അവളുടെ കല്യാണം നടക്കുന്നത്. പിന്നെന്താ ഈ പെർഫോമൻസ് അവിടെ സ്റ്റേജിൽ പോയിട്ടും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല, ചെറുതായി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇവർ അവിടെ പോയിട്ടും സ്റ്റേജിൽ നിന്നും കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അവരുടെ പിറകെ നിന്ന് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റേജിലോട്ട് വിളിക്കട്ടോ, നമ്മളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നമ്മൾ മാക്സിമം ചില്ലിയാണ്. അതിനേതാ പെണ്ണും ചെക്കനും കൂടെ മീറ്റ് ചെയ്തു, കൈയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ സ്റ്റേജിലോട്ട് കയറിയിട്ടാണ്. പിന്നെ നമ്മുടെ കയ്യിലായിരുന്നു ഫുൾ സ്റ്റേജിൻ്റെ എല്ലാ പവറും എന്ന് പറയട്ടെ. നമ്മൾ ഡാൻസ് ചെയ്തിട്ടും കൂവിയിട്ടും ക്ലാപ്പ് ചെയ്തിട്ടും ടോട്ടലി അടിച്ച് പൊളിച്ചുട്ടാ. പിന്നെ നമുക്കൊരു സമാധാനം, ചെക്കൻ നമ്മുടെ ആ ഒരു വൈബിന് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ അത് ഭയങ്കര സെറ്റായി. പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടില്ല. കേക്ക് കട്ടിങ്, പിന്നെ ഇവളുടെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് ഇവർക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പ്രസൻറ്റ്, ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തോ എനിക്കൊരു ഡൗട്ട്. ഞാനല്ല എടുത്തത്, എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സിങ് ആയോ എന്നൊക്കെ ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഇതിലില്ല. പിന്നെ ഇതാ അറബിക് ഡാൻസ്, അങ്ങനെ പല ടൈപ്പ് ഡാൻസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനി ചെക്കൻ്റെ വീട്ടിലോട്ട് പോകണം. അത് അത്ര ലോങ് എന്നല്ല, ഒരു ഹാഫ് ആൻ അവർ ഒരു 35 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് റിസപ്ഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടെ ചാടി കളിച്ച പോലെ അവിടെ കളിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അവരുടെ ലോകമല്ലേ. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. അപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണം. പക്ഷേ ഫുഡൊന്നും വല്ലാതെ കഴിക്കാൻ പറ്റില്ല, കാരണം അത്ര ലോങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ലേറ്റായി കഴിച്ചുകൊണ്ട് ഇവിടെ നമുക്കത്ര കഴിക്കാൻ തോന്നിയിരുന്നില്ല. ചെറുതായി കഴിച്ചു. അവിടെ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ്, ടീ, കോഫി എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴത്തും നമ്മൾ ഇത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേന് അവൾ അവിടെ എത്തിയിട്ടുണ്ട്. കൊണ്ടുവരായിരുന്നു അവളെ ചെക്കനെ. അപ്പോൾ നമ്മൾ നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അവരുടെ ലോകമായിരുന്നു. അവർ സ്റ്റേജിൽ നിന്ന് മാക്സിമം അടിച്ച് പൊളിച്ച് തകർക്കായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അവർ നൈറ്റിൽ വരും. പിന്നെ അവിടെയാണ് സ്റ്റേ ചെയ്യുക. പിറ്റേന്നാണ് ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുക. അതാണ് നമ്മളവിടുത്തെ രീതി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഞാൻ കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല. നമുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോസ് കൂടുതലെടുത്താൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.